കഴിക്കാം. അതില്ലേ അമ്മ അമ്മ പോയി. അമ്മ ഇന്ന് പോയി. അറിയില്ല. എന്താ രാവിലെ തന്നെ കൊടുക്കണേ? ഞാന് അതെ സിംബ കൂടെ ഓടി പോയില്ലേ? സിംബ പിടിക്കാൻ വേണ്ടി വന്ന സിംബനെ ഞാൻ അവിടെ അടച്ചിട്ടിരിക്കയാണ് കൂട്ടില്. ഇവിടെ ഓടിപ്പോയത് വേറെ ഞാൻ പറയുന്നില്ല. ഇന്ന് ദിവാലിയാണ്, നല്ല സന്തോഷമുള്ള ദിവസമാണ്, ദീപങ്ങൾ കത്തിക്കണം, നല്ലൊരു ദിവസമാണ്. വെറുതെ കിടന്നിട്ട് പോലെ സിംബ അവിടെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ ഇപ്പൊ തന്നെ അവന് കീറ്റ് ഇട്ടുള്ളൂ. ഞാൻ അവനത് കൂടെ അങ്ങോട്ട് ഓടിപ്പോണ സ്വപ്നം കണ്ടു. സ്വപ്നല്ലേ കണ്ട്? സ്വപ്നം കണ്ടതാ. എന്താണ് നീ ഇപ്പൊ എങ്ങനെ അറിഞ്ഞ ഞാൻ പോയത്? പറഞ്ഞു. ആ ഓക്കെ ഓക്കെ. എന്റെ അമ്മ ഇവിടുന്ന് ഒറ്റ ഓട്ടം. സിംബ അതില്ലേ ഞങ്ങൾക്ക് പേടിച്ചു പോയി. ഷൂ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷൂ ചേച്ചി ഇപ്പൊ കൊണ്ടുവരും. ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ? ചേച്ചി ഇപ്പൊ കൊണ്ടുവരും എന്തായാലും. അപ്പൊ ഒട്ടും പേടിക്കണ്ട. എന്നാലും നമുക്ക് ഇവിടെ നിക്കാം അമ്മയെ കാത്തിട്ടേ. ചേച്ചി ഇവിടെ നിക്കണേ എന്റെ അടുത്ത്. അമ്മ ഇപ്പൊ വരൂല്ലേ? ഇത് കൂടെ പുറത്തേക്ക് വരാൻ പറ്റില്ല. ചേച്ചി വാതിലോർന്നാ വരായിരുന്നു പുറത്തേക്ക്. ഇവളെന്താ ഇവിടെ നിക്കണ? ഐ സിംബതിനകത്തുണ്ടല്ലോ. പിന്നെ എന്തിട്ട് അത്ര നേരം പറഞ്ഞു? ഞാൻ ഇങ്ങോട്ട് പോയിന്ന് വിചാരിച്ചു. ആ നീ പോയിണ്ടായിരുന്നില്ല അല്ലേ? ദേ ശിവ ചേച്ചി വന്നിട്ടാ അമ്മോട് പറഞ്ഞ നീ പോയിട്ടില്ലാന്ന്. എന്റെ അമ്മക്ക് ബുദ്ധി പോലൊക്കെ പോയടാ. അതെ നീ പോരുത് കേട്ടാ. പോരുത് കേട്ടാ. പോലല്ല പോലല്ല പറയാൻ പറ്റിയാണ്. ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വരാം. അതിന് ഫുഡ് തരാം. ഓക്കെ രാവിലെ തന്നെ ഓരോ സപ്ലൈ.
ആ ഒരെണ്ണം കൂടി കത്തിച്ച് വെക്കൂ ശിവു കേട്ടാ. അപ്പം നല്ല ഭംഗിയാവും അല്ലേ ഐഷ്ണക്കുട്ടി? ഒന്നും കൂടി കത്തിച്ചാൽ നല്ല ഭംഗിയാവും. ആ ഓക്കെ, അതവിടെ വെച്ചോളൂ കത്തിച്ചിട്ട്. എന്താ കാറ്റുന്നില്ല? എന്താ കട്ട? അത് സാരില്ല, എന്തെങ്കിലും ഉണ്ടാവും കത്തിച്ചു. അത് കുഴപ്പമില്ലേ, പടക്കമൊക്കെ പൊട്ടുണ്ടല്ലോ നന്നായിട്ട്. ആ ഇപ്പൊ ശരിയായല്ലോ അല്ലേ? സെറ്റാക്കി വെക്കും. അല്ലെങ്കിലും എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഞാൻ രാവിലെ സിംബ ഓടി പോണ സ്വപ്നം കണ്ടു. നോക്ക ഐഷ്ണേ, എത്ര വെള്ളം നമ്മൾ ഒഴിച്ചു ഇതില്, എന്നിട്ടും അത് കിട്ടു. ഐശ്വര്യൻ്റെ വരട്ടെ, നമുക്ക് ചോദിക്കാം അല്ലേ? സൂക്ഷിച്ച് കത്തിക്കാനായിട്ട് ഐഷ്ണേ. ഇന്ന് ആകെ ഒരു സുഖമില്ല അല്ലേ ശിവു? എന്താ നമ്മള് നേരത്തെ ദീപം കത്തിക്കാൻ നോക്കിയപ്പോൾ ആകെ അങ്ങനെ കെട്ടുപോയിരുന്നേ. പടുതിരി കത്തിയ എങ്ങനെയത്? ഈ തിരിയാലേ അടി കത്തിയത്? ശരിയാ. എന്തായാലും നമുക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടാ. സിംബന്റെ ഇല്ല, വാതിൽ തുറന്നിട്ടിരിക്കണോ? നമ്മൾ ഇത്ര നേരം അവിടെ ഉണ്ടായിരുന്നേ.